എന്നുള്ള രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കാണ്. എന്നിട്ട് ആള് പറയാണ്, എന്റെ മോൻ എന്താ ഇത്ര ദേഷ്യമൊന്നും എനിക്ക് അറിയാൻ വയ്യ, ആരുടെ നിന്ന് കിട്ടിയതെന്തോ, നിന്റെ ഇന്ന് എന്ന് രണ്ടുപേരും പറയാണ്. ആ ശരി, സത്യം പറഞ്ഞാൽ ദമിനെ കാരണം ഞാൻ ഇപ്പോഴും ജീവിച്ചു പോന്നു. പണ്ടത്തെ പോലെ ഞാൻ ഇപ്പൊ സക്സസ്ഫുൾ ഒന്നും അല്ലെങ്കിലും എനിക്ക് ഇപ്പോഴത്തെ ജീവിതം ഇഷ്ടം. നിങ്ങൾക്ക് അറിയാമോ, അവള് പെട്ടെന്ന് അങ്ങ് വളർന്നുപോയി. ഇപ്പൊ അവള് ഹൈസ്കൂളായി. ഞാൻ പറയുന്നതൊന്നും അവൾക്ക് കേൾക്കണ്ട. കുറച്ചു നാളെ ഇനി അവളും ആരെങ്കിലും കണ്ടുകൂട്ടി അവര് കല്യാണം കഴിക്കുമല്ലേ. നമ്മുടെ ആളും ഇത് നോക്കുന്നുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോ തന്നെ എന്റെ നെഞ്ച് പൊടിയോ. അതെ, എനിക്ക് വീട്ടിൽ പോണം. ഇപ്പോഴയോ മിഞ്ചി ഒറ്റയ്ക്ക്. നീ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വെപ്രാളപ്പെട്ടു പോയാൽ അവൾക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. നിങ്ങളിത് പിടിക്കുക, ഞാൻ പോന്നു. നില്ല ഒരു 2 മിനിറ്റും കൂടെ. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കാണണം. ഒരു വർഷത്തിൽ ഒരിക്കലെന്നൊക്കെ പറഞ്ഞാൽ നിന്റെ വൈഫ് മരിച്ചത് എനിക്ക് മനസ്സിലാവും. പക്ഷെ നീയും നിന്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോണ്ടേ. ഉടനെ മിഞ്ചിയും വളരും. അതാ അവൾക്ക് ഉടനെ ഒരു ബോയ് ഫ്രണ്ടും ആവും. ഇല്ല, അവൾ ഇപ്പോഴും ഒരു കുട്ടിയാണ്. അപ്പോ ഇവരുടെ പുറകെ ഇരിക്കുന്ന ടേബിളുകാരെ അവിടെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താ നീ നോക്കുന്നത്? ആളുടെ മുഖം പിടിച്ച് പതിയെ നേരെ വെക്കാണ്. ആള് വീണ്ടും നോക്കും. നമ്മൾ വയസ്സായ ആൾക്കാരെ ഇതൊക്കെ അങ്ങ് സഹിച്ചേക്കണം. ബാ നമുക്ക് പോവാം. അപ്പൊ അവൻ പുറകെ വരുന്നുണ്ട്. ശരിയാ, നമുക്ക് പോവാം. അപ്പൊ അവൻ വെള്ളം എടുത്ത് ദേഹത്ത് എറിയാണ്. നീ നേരത്തെ എന്നെ തുറിച്ച് നോക്കുന്നുണ്ടല്ലേ, ഇങ്ങ് വാ, ഞാൻ പറയുന്നത് ചെയ്. ആഹാ, ഇത് ആരാ ഇത്? കൊള്ളാലോ. എന്നെ പരിചയപ്പെടുത്താത്ത എന്താ? ഞാൻ അവളെ നല്ലോണം നോക്കാം. ആള് തല വെച്ച ഒരു ഇടിയം കൊടുക്കാണ്. ആള് തെറിച്ചു പോയി വീഴുന്നു. കിം, നമുക്കിത് നിർത്തണ്ടേ? ആളെ നോക്കുമ്പോ കിം അവിടെ ഇല്ല. നിങ്ങളൊരു നീളമുള്ള കണ്ണാടിയിട്ട് ആളെ കണ്ടായിരുന്നോ? നോക്കുമ്പോ കിം പോവാണ്. ഇവിടെ എല്ലാത്തിനെയും ഇടിച്ച് മടക്കിയിടാണ്. അപ്പോ ഒരുത്തൻ ഫയർ എക്സ്റ്റിംഗ്വിഷർ എടുത്ത് വരുന്നുണ്ട്. അത് ഉപയോഗിക്കരുത്, ഉപയോഗിച്ചാൽ നീ തീർന്നു. ആളുടെ തലക്കിട്ട് കിട്ടുവാണ്. ആള് തിരിഞ്ഞുകൊണ്ട് ചിരിക്കുകയാണ്. എന്നിട്ട് അവനെ കടയുടെ വെളിയിൽ ചവിട്ടിയിടുന്നു. മതി ബാ പോവാം. അപ്പൊ അങ്ങോട്ട് പോലീസുകാരും വരുന്നു. എന്തെങ്കിലും ഒന്ന് ഷൂട്ട് ചെയ്യ്. അങ്ങനെ അവര് ഷോക്ക് അടിക്കുന്ന കണ്ണെടുത്ത് ഷൂട്ട് ചെയ്ത് രണ്ടുപേരും ഷോക്ക് അടിച്ചിരിക്കുകയാണ്. അത് കട്ട് ചെയ്ത് ആള് നോക്കുമ്പോ നംഹൂന്റെ ജാക്കറ്റ്. ഇതാരേ ഇത്? കിം നംഹൂനോ? അതൊന്നുമില്ല, ഞാൻ പോവുകയാണെ. അപ്പൊ ആള് ആലോചിക്കുകയാണ്, ഇനിയൊക്കെ ബോയ് ഫ്രണ്ട് ഉണ്ടോ? അത് കട്ട് ചെയ്ത് മിഞ്ചി ക്ലാസ്സിലെന്ന് ചോദിക്കുകയാണ്, നംഹൂൻ എവിടെയാണെന്ന് അറിയാവോ? അവിടെ ആളില്ല. എന്നിട്ട് ആൾ ആ ടീഷർട്ടും കൊണ്ടിരിക്കുമ്പോഴാണ് നംഹൂൻ അങ്ങോട്ട് വരുന്നത്. എന്റെ ഡെസ്കിൽ വെച്ചാൽ മതിയായിരുന്നല്ലോ. ഓ, എനിക്ക് താങ്ക്സ് പറയണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ആള് സ്ട്രോബെറി മിൽക്ക് കൊടുക്കുകയാണ്. ഇതെന്താ ഇത്, സ്ട്രോബെറി മിൽക്കോ? ഞാൻ എന്താ കൊച്ചുകുട്ടിയോ? അങ്ങനെ ആളത് വായിച്ച് കുടിക്കുന്നു. നീയല്ലേ എന്റെ പോസ്റ്റ് ലൈക്ക് ചെയ്ത? എന്ത്? എനിക്ക് സോഷ്യൽ മീഡിയ ഇല്ല. ഓ അങ്ങനെയല്ലേ. എന്നിട്ട് അവൻ ഫോൺ എടുത്ത് മിഞ്ചിക്ക് മെസ്സേജ് അയക്കുകയാണ്. ആൾക്ക് മെസ്സേജ് വരുന്നു. പിന്നെ എന്താ ഇത്? ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചോട്ടെ. ഇത് ഹേരിയും ഫ്രണ്ട്സും കാണുന്നുണ്ട്. അത് കട്ട് ചെയ്ത് അവളുടെ ഫ്രണ്ട്സ് മിഞ്ചിയുടെ അടുത്ത് വരാണ്. ആളുടെ ബുക്കെല്ലാം തട്ടിയിട്ട് പറയാണ്, ഹേരിക്ക് നിന്നെ കാണണം. എന്നിട്ട് ഇവളെ വിളിച്ചുകൊണ്ട് അവളുടെ അടുത്ത് വരികയാണ്. മിഞ്ചിയെ അടിക്കുന്നു. ഞാൻ എന്താ നിന്നെ അടിച്ചതെന്നറിയാവോ? വീണ്ടും അടിക്കുകയാണ്. നിനക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ? എന്തിനാടി നീ ഇവളുടെ ബോയ് ഫ്രണ്ടിനെ നോക്കാൻ പോയ? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ സ്പോർട്സ് ക്ലോത്ത് തിരിച്ചു കൊടുത്തേ ഉള്ളൂ. ആദ്യം നീ അതെന്തിനാ വാങ്ങിക്കാൻ പോയെ? എന്നിട്ട് ആളെ വീണ്ടും അടിക്കുകയാണ്. നിങ്ങളത് ഡസ്റ്റ്ബിന്നിൽ കളഞ്ഞുണ്ട്. പേടിക്കണ്ട, ഞാൻ എന്തായാലും ഇനി അവനെ കോണ്ടാക്ട് ചെയ്തില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. എന്നിട്ട് ഹേരി ചിരിച്ച് അവളെ ചവിട്ടുവാണ്. നിനക്ക് തെറ്റ് പറ്റിയെന്ന് തോന്നുന്നു. നീ എന്റെ കളിപ്പാട്ടം എടുത്തതിനല്ലേ എനിക്ക് കുഴപ്പം. നിന്റെ ആറ്റിറ്റ്യൂഡ്, നിന്റെ ആ സ്മെല്ല്, അത് അവനെ കിട്ടിയാലോ? എന്നിട്ട് അവളെ പിടിച്ചു വെക്കാണ്. എന്താ ഞാൻ പറയുന്നത്? ഒട്ടും വിലയില്ലാത്തൊരു സ്യൂട്ട് കബോർഡിനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു മണമില്ലേ? ഇപ്പൊ മനസ്സിലായി. ഒരു അമ്മയില്ലാത്ത കുട്ടിയുടെ സ്മെല്ല്. നെഞ്ചിക്ക് ദേഷ്യം വന്ന് അവളെ ചവിട്ടുവാണ്. അങ്ങനെ അവിടെ ഫുൾ അടിയാവുകയാണ്. നിനക്ക് എന്നെ കുറിച്ച് എന്തറിയാം? അത് കട്ട് ചെയ്ത് കിമ്മിനെ വിളിച്ച് പറയാണ്, ഇത് സാധാ ഒരു ഫൈറ്റ് അല്ല, ഇതൊരു അസോൾട്ട് ആണ്. ഞാൻ ഉടനെ വരാം. എന്റെ ജോലി ഇപ്പൊ പോകും, വേഗം വാ. ഏരിയ തന്നെ അടിച്ചെന്തിനാ? അറിയാലോ, അവളുടെ അച്ഛൻ ചുഹ കൺസ്ട്രക്ഷന്റെ ചെയർമാന്. അത് കട്ട് ചെയ്ത് ആളെ കാണിക്കുകയാണ്. നിങ്ങളല്ലേ ഇതും പണിഞ്ഞത്? എന്റെ മോള് സ്കൂള് പകുതിയായപ്പോഴേ, ഒരു 4 വർഷമായി കാണും. ഓ, മോളുണ്ടല്ലേ. ഞാൻ ആദ്യമായിട്ടാ സ്പായിൽ ഒരു മീറ്റിംഗ് കൂടുന്നു. അതാകുമ്പോ നമ്മൾ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുകയും വേണ്ട, എന്തും ഇവിടെ ഒളിപ്പിക്കുകയും ചെയ്യാം. അപ്പൊ ഒന്ന് നോക്കുന്നുണ്ട് ആള്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ ഇതിനെ സമ്മതിച്ച എനിക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് നല്ലൊരു എൻവയോൺമെന്റിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ കിട്ടും. അതുമല്ല, നിങ്ങൾക്ക് പൊളിറ്റിക്കലായിട്ട് ഫണ്ട് റൈസ് ചെയ്യാനും എളുപ്പമായിരിക്കും. എന്നാ ശരി, നമുക്ക് ചെയ്യാം. എനിക്ക് പോവാൻ സമയമായി. ഓ ചെയർമാൻ ജു, നിങ്ങളുടെ ദേഹത്ത് എന്താ പറ്റിയത്? ഞാൻ ചെറുതായിരുന്നപ്പോ എടുത്ത ടാറ്റൂസാ. പക്ഷെ ബിസിനസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞപ്പോ എനിക്കത് വേണ്ടാന്ന് തോന്നി. എന്റെ മോളെ അത് കാണിക്കാനും എനിക്ക് പേടിയായിരുന്നു. അതുകൊണ്ട് സ്വയം ഒരു ടോർച്ച് വെച്ച് അതങ്ങ് കത്തിച്ചു കളഞ്ഞു. അത് വേദനയായിരുന്നു കാണത്തില്ലേ? ഞാൻ ഇത്രയും നാളും ഇവിടം വരെ എത്താൻ ചെയ്തത് വെച്ച് നോക്കുമ്പോ ഇതൊന്നും ഒന്നുമല്ല. അതുമല്ല, ഞാൻ പറഞ്ഞത് ചെയ്യാന്ന് പറഞ്ഞ് വാക്ക് തെറ്റിച്ചിട്ട് മുങ്ങിയ ആൾക്കാര് ഇതിനെക്കാട്ടിലും വേദന അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ആളെ നോക്കുക. എന്നിട്ട് ആൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോ വൈഫ് വിളിക്കുകയാണ്. സ്കൂളില് വല്ലാത്തൊരു സംഭവം സംഭവിച്ച് ഹേരിയെ ആരോ അസോൾട്ട് ചെയ്തു. നമുക്ക് ഹേരിയുടെ സ്കൂൾ വരെ ഒന്ന് പോണം. ഓക്കെ സാർ. എന്നിട്ട് ഒരു സ്വർണ്ണപ്പല്ലാരി അങ്ങോട്ട് വരികയാണ്. അകത്ത് പോകാൻ പറ്റില്ല. എന്നെ ചെയർമാനാ വിളിച്ചത്. ചെയർമാൻ അകത്തുണ്ട്. നിങ്ങൾ വരാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വന്നു. പ്ലാൻസിൽ കുറച്ച് ചേഞ്ച് ഉണ്ട്, ഞാൻ നിന്നെ അറിയിക്കാം. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ ചെയ്യാനുള്ള പട്ടിയാ ഞാൻ. അത് നിനക്ക് മുമ്പേ അറിയാലോ? ഇല്ല, എനിക്ക് അറിഞ്ഞൂടാ. എന്നിട്ട് ആൾ അവിടെ നിന്ന് പോവാണ്. ആ സീൻ കട്ട് ചെയ്ത് സ്കൂളാണ് കാണിക്കുന്ന. ആളെ എല്ലാരും കൂടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എത്ര നേരം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നു, നമുക്ക് പോവാം. അപ്പോ അങ്ങോട്ടേക്ക് ആള് വരുന്നു.
മിഞ്ചി ഒന്ന് നോക്കുകയാണ്. ചെയർമാൻ നമ്മുടെ കിമ്മിനെ നോക്കുന്നുണ്ട്. കുട്ടികളെ ഇങ്ങനെയാണോ വളർത്തുന്നത്? എന്റെ മോളെ നോക്ക്. നോക്കാത്തെന്താ, നോക്ക്. അപ്പൊ ആള് നോക്കുമ്പോ അവള് ഒരു മട്ടില്ലാത്ത രീതിയിൽ നിൽക്കുകയാണ്. എന്നോട് ക്ഷമിക്കണം അച്ഛ, ഞാൻ ഒന്നും ചെയ്തില്ല. ഇവളെ എന്നെ ഹറാസ് ചെയ്തോണ്ടിരുന്നത്. മിഞ്ചി മിണ്ടാതിരിക്കെ. പക്ഷെ അവളെ എന്നെ ആദ്യം അടിച്ചത്. എന്നെ വിശ്വാസമില്ലേ? മിഞ്ചി, ഇവളെ ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ട് ഇവളുടെ റെക്കോർഡ്സിൽ ഈ കേസ് എഴുതണം. കിമ്മിന് ഒന്നും പറയാനില്ല. ആൾ അപ്പോഴേ മുട്ടുകുത്തിയിരിക്കുകയാണ്. അച്ഛാ, ചെയർമാൻ ആളെ നോക്കുന്നു. നിങ്ങൾക്കൊരു അഭിമാനം ബാക്കിയില്ലേ? ഹേരി ചിരിക്കുകയാണ്. ഒരു പാരന്റിന്റെ കടമ നിർവഹിക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. ഞാൻ ഒറ്റയ്ക്ക് അവളെ വളർത്തുന്നുണ്ട്. ഞാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് ചോദിക്കുക, എനിക്കൊന്ന് പുറത്തു തരണം. ഞാൻ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്തോളാം. അവളെ ഇവിടുന്ന് ട്രാൻസ്ഫറും ചെയ്യാം. അച്ഛാ, ഒറ്റയ്ക്കല്ലേ? ശരിയാ, ഒരു മോളെ വളർത്തുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, പ്രത്യേകിച്ച് ഒറ്റയ്ക്ക്. അമ്മയില്ലാതെ വളരാൻ കഷ്ടപ്പെട്ട് കാണും. ഞാൻ ക്ഷമ സ്വീകരിച്ചു. ഇവിടുന്ന് ട്രാൻസ്ഫർ ആയാൽ മതി. മിഞ്ചി കരച്ചില് പിടിച്ചു നിർത്തുകയാണ്. എന്നിട്ട് ആൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോ നമ്പൂൻ വിളിക്കുന്നുണ്ട്. മിഞ്ചി ആളൊന്ന് നോക്കിയിട്ട് പോവുകയാണ്. ഇത് കിം കാണുന്നുണ്ട്. ആള് ആളുടെ പേര് നോക്കുമ്പോ നമ്പൂൻ. എന്നിട്ട് ആളും അവിടെ നിന്ന് പോകുന്നു. അവരെ കണ്ടിട്ട് ചെയർമാൻ ചോദിക്കുകയാണ്, അവരുടെ അച്ഛന്റെ ജോലി എന്താ? അതൊരു സാധാരണ ഓഫീസ് വർക്കറാ. താങ്ക് യു സാർ സഹകരിച്ചതിന്. ഇപ്പോഴത്തേക്ക് ഞാനത് വിട്ടേക്കുന്നു. ഇനി ഇവിടെ നടന്ന ഈ സ്കൂളും നിങ്ങളും ഇവിടെ കാണില്ല. അത് കട്ട് ചെയ്ത് മിഞ്ചിയുടെ പുറകെ നടന്ന് കിം പറയാണ്, മിഞ്ചി നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? നമുക്ക് വിശപ്പില്ലേ? ആളൊന്നും മിണ്ടുന്നില്ല. മിഞ്ചി ആളൊന്ന് സ്റ്റോപ്പായി പറയാണ്, എന്നെ എന്താ വിശ്വാസം ഇല്ലാത്ത? എനിക്ക് വിശ്വാസമുണ്ട്. പിന്നെന്തിനാ ഞാൻ ട്രാൻസ്ഫർ ആവുന്നത്? ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ. എന്തിനാ അവിടെ മുട്ടുകുത്തിയിരുന്നു? അവളുടെ അച്ഛൻ എന്തോ വലിയ നിലയിലായോണ്ടാ? എനിക്ക് ദേഷ്യവും വിഷമവും സഹതാപവും എല്ലാം വരുന്നുണ്ട്. അച്ഛൻ ജീവിതത്തിൽ എന്താ ചെയ്തത്? അവളുടെ അച്ഛന് കണക്ഷൻസും എല്ലാം ഉണ്ട്. അച്ഛൻ എന്താ ഇങ്ങനായി പോയെ? അച്ഛൻ എന്തിനാ ഞാനുള്ളത്? മിഞ്ചി, എന്റെ അച്ഛൻ എന്ന നിലയിൽ നിങ്ങൾ എനിക്ക് എന്റെ എല്ലാവാ. എനിക്ക് അമ്മയില്ല, ആകെ ഉള്ളത് നിങ്ങളാ. നിങ്ങളും എന്റെ സൈഡിൽ നിന്നില്ലെങ്കിൽ ആരും വേണ്ട. പക്ഷെ നിങ്ങൾ എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ ആളൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എനിക്കിന്ന് നിങ്ങളുടെ കൂടെ നിൽക്കണ്ട. ഞാൻ ഹീറോമിന്റെ വീട്ടിൽ പോവുക. എന്നെ വിളിക്കരുത്. വിളിച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും എന്ന് പറഞ്ഞ ആള് കരഞ്ഞോണ്ട് പോവാണ്. മിഞ്ചി, നാളെ നിന്റെ ബർത്ത്ഡേ അല്ലേ? ആള് സ്റ്റോപ്പായി പറയാണ്, എനിക്ക് എന്റെ ബർത്ത്ഡേ ഇഷ്ടമല്ല. അന്ന് എന്റെ അമ്മ മരിച്ചത്. ആളൊന്നും മിണ്ടുന്നില്ല. അത് കട്ട് ചെയ്ത് ആളുടെ വൈഫിന്റെ മെമ്മോറിയൽ പോവാണ്. എന്നിട്ട് ആൾ ആലോചിക്കുന്നു, ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവാ. ഇതിന്റെ പേര് ഹണിസക്കിൾ എന്നാ. ഇതിന്റെ മീനിങ് എന്താണെന്നറിയാവോ? ലവും ഡിവോഷനും. ആള് പറയാണ്, എന്നോട് ക്ഷമിക്കണം യൂജൻ. അത് കട്ട് ചെയ്ത് ആള് വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണ് ഇതുവരെ മിഞ്ചി വന്നിട്ടില്ല. ഇവിടെ മിഞ്ചി വിഷമിച്ച് നടന്നു പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മോട് മെസ്സേജ് വരുന്നത്, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ സ്കൂളിന്റെ ബാക്ക് ഗേറ്റിൽ കാണും. നീ വരുന്നത് വരെ ഞാൻ അവിടെ കാണും. ആൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ കിം നോക്കുമ്പോ 12 മണിയായിട്ടും ആളെ കാണുന്നില്ല. ആളെ വിളിച്ചു നോക്കാണ്. അപ്പോഴാണ് ആളവിടെ തറയിൽ കടന്ന് ആളുടെ ഫോൺ അവിടെ റിങ് ചെയ്യുന്നത്. അങ്ങനെ രാവിലെ ആള് കേക്കും ഫുഡൊക്കെ എടുത്തു വെച്ച് വെയിറ്റ് ചെയ്യാണ്. എന്നിട്ടും ആള് കോൾ എടുക്കുന്നില്ല. എന്നിട്ട് ആള് ഹീറോമിനെ വിളിക്കുന്നു. ഹലോ, ഇത് ഹീറോം അല്ലേ? ആണ്. എന്റെ നമ്പർ എങ്ങനെ അറിയാം? മിഞ്ചി തന്നതാ. ഇന്നലെ മിഞ്ചി അവിടെ വന്നായിരുന്നു? ഇല്ല. ആള് എന്ത് പറ്റിയെന്ന് അറിയാതിരിക്കുകയാണ്. ആള് സ്കൂളിൽ നിന്ന് നോക്കുമ്പോഴും മിഞ്ചി വന്നിട്ടില്ല. അപ്പൊ ആള് നമ്പൂനെ കാണുന്നു. ഇന്നലെ മിഞ്ചിയെ കണ്ടായിരുന്നു. ഞാനല്ല അവർക്ക് ആ മെസ്സേജ് അയച്ചത്. ഒരുപാട് ആൾക്കാർ വന്നായിരുന്നു. എനിക്ക് ആ ബാഗേജിനെ കുറിച്ച് അറിയാവും. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എന്നോട് ക്ഷമിക്കണം. അവരെന്റെ ഫോൺ കൊണ്ടുപോയി. അങ്ങനെ ആളെ നോക്കുമ്പോഴാണ് ബ്ലഡിന്റെ കറ. ആള് അത് ഫോളോ ചെയ്ത് നോക്കുമ്പോ ഫുൾ ബ്ലഡ്. നോക്കുമ്പോ അവിടെ ഒരു ടൈ കിടപ്പുണ്ട്. ആള് അത് ഹേരിയുടെ മുടിയിൽ കണ്ടായിരുന്നു. അങ്ങനെ അവിടെ മഴ പെയ്തു തുടങ്ങുന്നു. അത് കട്ട് ചെയ്ത് ഹേരിയും ഒരാളും കൂടെ വരികയാണ്. ഞാൻ പറഞ്ഞില്ലേ, പേടിക്കേണ്ട ആവശ്യമില്ല. വെതർ വരെ നമ്മുടെ കൂടെ. ആരെങ്കിലും ഇത് അറിഞ്ഞായിരുന്നെങ്കിൽ പോലീസുകാർ എപ്പോഴേ വന്നേനെ. ആരും അവളെ കണ്ടുപിടിക്കാൻ പോകുന്നില്ല. അപ്പൊ പുറകില് നമ്മുടെ ആള് വന്ന് നിൽക്കാണ്. ഞാൻ മിഞ്ചിയുടെ അച്ഛന്. അപ്പൊ ഇയാള് ഹേരിയും കൊണ്ട് പോവാൻ നിൽക്കാണ്. ഇത് നിന്റെ ഹെയർ ടൈ അല്ലേ? ആള് നോക്കാണ്. എനിക്ക് എന്റെ വേണ്ടെങ്കിൽ പോവാൻ നോക്കാം. ഇവിടെ ഒന്ന് ഇടിക്കാൻ വരുമ്പോ ആള് അതിൽ നിന്ന് മാറുകയാണ്. ഞാൻ അവസാനം ഒരു വെട്ടം കൂടി ചോദിക്കും. അവളൊന്നും മിണ്ടുന്നില്ല. നീ ആരാന്നാ നിന്റെ വിചാരം? കാണിക്കടാ, നീ നിന്റെ സ്ട്രെങ്ത് കാണിക്ക് എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് ആളുടെ ദേഹത്ത് ഫുള്ള് മുറിവാണ്. ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. അവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ആരും അറിയരുത്. കോഡ് നെയിം 66. നോർത്ത് കൊറിയയിൽ വർക്ക് ചെയ്തവനെ പിന്നെ സൗത്ത് കൊറിയയിലേക്ക് എടുത്തു. 5 ഒക്കേഷനിൽ ഡബിൾ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. 17 മിഷൻ നോർത്തിൽ കിട്ടിയിട്ടുണ്ട്. നോർത്ത് കൊറിയൻ സുപ്രീം കമാൻഡറിനെതിരെയുള്ള കേസ് നോക്കിയത് ഇവന്. ചൈനയും റഷ്യൻ ടീംസും ഇവനെ ട്രാക്ക് ചെയ്യാൻ നിൽക്കുക. ഇവിടെ ആള് ഒരു ഇടി കൊണ്ട് ആളെ വീഴ്ത്താണ്. അവനെ ഇടിച്ച് തെറിപ്പിച്ചിടുന്നു. അവനെ പറഞ്ഞു വിടുന്നത് നമുക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല. അവൻ ഇപ്പോഴും ജീവനോടുണ്ടെന്ന് നോർത്തുകാരെ അറിഞ്ഞ് അവൻ ജീവിച്ചിരിക്കുന്നത് തന്നെ വലിയ പ്രശ്നവും. പ്രസന്റില് പറ, മിഞ്ചി അവിടെ. അതോടെ എപ്പിസോഡ് 1 ഇവിടെ തീരാണ്. അടുത്ത എപ്പിസോഡായി അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ ഗൈസ്.